ഗസയിലും യമനിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. സിറിയയ്ക്കും ലബനനും പിന്നാലെ യമനിലെ ഹൂത്തികളെയും അമർച്ച ചെയ്യുന്നതോടെ ഇറാന്റെ കഥ കഴിയുമെന്ന് നെതന്യാഹു. വടക്കൻ ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിൽ ആരോഗ്യ സംവിധാനങ്ങൾ തീർത്തും ഇല്ലാതായി. ദുബൈയിൽ നിന്ന് MCA നാസർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. നാസർ, ഗസയിൽ സമാനതകളില്ലാത്ത കൂട്ടക്കുരുതി ഇസ്രായേൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ യമനിലും മറ്റിടങ്ങളിലേക്കുമൊക്കെ തന്നെ ആക്രമണങ്ങൾ വലിയ രീതിയിൽ വ്യാപിക്കുകയാണല്ലോ. സമഗ്രമായി എങ്ങനെ? സ്നേഹ, ഒരു പുതിയ യുദ്ധമുഖം കൂടി തുറക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയിരിക്കുന്നത്. കാരണം യമനിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രധാനമായിട്ടും ഹുദൈദ തുറമുഖത്തും അതോടൊപ്പം തന്നെ യമനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾക്കും നേരെയാണ് ആക്രമണം നടന്നത്. 60 ബോംബുകൾ വർഷിച്ചതായി അല്പം മുമ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തി. മാത്രമല്ല, ഇനിയും ഈ ആക്രമണത്തിന് കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു സൂചന കൂടി നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിലുണ്ട്. കാരണം മേഖലയിൽ ഇറാന്റെ സൈനികമായിട്ട് ഇറാന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ചിറകുകൾ അരിയുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായി നേരത്തെ ലബനാനിൽ ഹിസ്ബുല്ലക്കെതിരെയുള്ള ആക്രമണം നടത്തി. അതിൽ തങ്ങൾ വിജയിച്ചു. തുടർന്ന് സിറിയയിൽ ബഷാറുൽ അസദ് ഭരണകൂടം ഇല്ലാതായതോടുകൂടി അവിടെ നടത്തിയ സൈനിക നടപടികളും നെതന്യാഹു പരാമർശിക്കുന്നുണ്ട്. തുടർന്നാണ് ഇപ്പോൾ യമനിലേക്ക് കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും യമനിലെ ഹൂത്തികൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം ഇനിയും തുടരുമെന്ന ഒരു സൂചന കൂടിയാണ് നെതന്യാഹു നൽകുന്നത്. അതോടുകൂടി ഇറാന്റെ ഈ സൈനികമായിട്ടുള്ള സ്വാധീനം മേഖലയിൽ വലിയ തോതിൽ തന്നെ കുറയ്ക്കാൻ സാധിക്കും എന്ന് കൂടി നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. സിറിയയിൽ ഈ പുതിയ ഒരു സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണ്. ആ സാഹചര്യം പ്രയോജനപ്പെടുത്തി ഒരുപക്ഷെ ഭാവിയിൽ ഇറാനെതിരെയും ആക്രമണത്തിന് ഇസ്രായേൽ തുനിയുന്നതായ റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ യമനിലെ ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 9 പേർ കൊല്ലപ്പെട്ടതായി യമൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, ഇസ്രായേൽ ഈ അർത്ഥത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയാൽ പോലും പലസ്തീനോടുള്ള തങ്ങളുടെ ഐക്യദാർഢ്യത്തിൽ ഒരു തരിമ്പ് പോലും തങ്ങൾ പിറകോട്ട് പോവുകയില്ല എന്നാണ് ഹൂത്തി നേതൃത്വം അല്പം മുമ്പ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം അറബ് മുസ്ലിം രാജ്യങ്ങളെ ദുർബലപ്പെടുത്താനും തകർക്കാനുമുള്ള ആസൂത്രിത നീക്കം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി ഇസ്രായേൽ നടപ്പാക്കുകയാണ്. ഇക്കാര്യം അറബ് രാജ്യങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ അറബ് രാജ്യങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഇവിടെ വിജയിക്കുന്നത് ഇസ്രായേൽ മാത്രമായിരിക്കില്ല, അറബ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ കൂടി വലിയ തോതിൽ ഹനിക്കപ്പെടുമെന്ന് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഹൂത്തി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗസയിലും ആക്രമണ പരമ്പരകൾ വ്യാപകമായി തന്നെ തുടരുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വടക്കൻ ഗസയിൽ ആരോഗ്യ സംവിധാനങ്ങൾ അപ്പാടെ തീർത്തും ഇല്ലാതായ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണല്ലോ. അവിടുത്തെ അവസാന ICU ആശുപത്രി പോലും ഇസ്രായേൽ തകർത്തിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സ്നേഹ, അതാണ് ഏറ്റവും ദുരന്തകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്നത്. കാരണം പിന്നിട്ട 14 മാസങ്ങളായി തുടരുന്ന ആക്രമണത്തിൽ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്നത് ആദ്യം മുതൽ തന്നെ ഈ ചികിത്സാ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. നിരവധി ആശുപത്രികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, അതുമാത്രമല്ല രോഗികളും അതോടൊപ്പം തന്നെ അവരെ കൂട്ടിരിപ്പുകാരുമായിട്ടുള്ള ആയിരങ്ങളാണ് ഇതിനകം തന്നെ കൊല ചെയ്യപ്പെട്ടത്. നിരവധി ആരോഗ്യ പ്രവർത്തകരും വധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും അവസാനമായിട്ട് കമാൽ അദ്വാൻ ആശുപത്രിയായിരുന്നു പരിമിതമായ തോതിലെങ്കിലും പ്രവർത്തിച്ചു വന്നത്. കാരണം പിന്നിട്ട ദിവസങ്ങളിൽ നടന്ന ആക്രമണ പരമ്പരകളിലൂടെ നിരവധി പേർ കൊല്ലപ്പെടുക മാത്രമല്ല, ആശുപത്രിയുടെ എല്ലാ സംവിധാനങ്ങളും ഏറെക്കുറെ പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും, 2 മാസത്തിലധികം വളരെ വ്യാപകമായിട്ടുള്ള ഉപരോധം തുടരുന്നു, വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നു. ഇതിന് പുറമെ ഈ പരിക്കേറ്റവർക്കൊരു മിനിമം ചികിത്സ പോലും നൽകാനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വടക്കൻ ഗസ മാറിയിരിക്കുന്നത്. അപ്പം വംശീയ ഉന്മൂലനം എന്ന വംശഹത്യ എന്ന ഇസ്രായേലിന്റെ കൃത്യമായിട്ടുള്ള അജണ്ട പ്രയോഗവൽക്കരിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ നീക്കം. അതോടൊപ്പം തന്നെയാണ് ഈ ഭാഗങ്ങളിലേക്കുള്ള ഭക്ഷ്യസഹായം പൂർണ്ണമായി തന്നെ വിലക്കാനുള്ള ഇസ്രായേലിന്റെ നടപടിയും ഏറെക്കുറെ അത് പൂർണ്ണമായ തോതിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ പട്ടിണിയും പുറന്തള്ളലും അതോടൊപ്പം തന്നെ ചികിത്സ നിഷേധിക്കലും ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവ നിഷേധിക്കലും ആകുമ്പോൾ ഈ വംശഹത്യ അതിന്റെ ഏറ്റവും ഭീതിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള ചിത്രമാണ് വടക്കൻ ഗസ ഇപ്പോൾ നൽകുന്നത്.